മാധുര്യമേറിയ ദൈവത്തിരുനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ പോകുന്ന വിഷയം 90 സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യമാണ്. ഞാനത് ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അത് കേൾക്കുക. വായിച്ചതിന് ശേഷം ചില അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ആരംഭവുമുണ്ട്, അവസാനവുമുണ്ട്. എന്നാൽ ദൈവത്തിന് ആരംഭവുമില്ല, അവസാനവുമില്ല. ദൈവം നിത്യനാണ്, മനുഷ്യൻ നിത്യനല്ല. കാരണം മനുഷ്യനൊരു ഉത്ഭവമുണ്ട്, ഒരു മരണവുമുണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റുമുണ്ട്, എൻഡിങ് പോയിന്റുമുണ്ട്. എന്നാൽ ദൈവത്തിന് ഇത് രണ്ടുമില്ല. ദൈവം നിത്യനാണ്, ഫാദർ ഓഫ് എറ്റേണിറ്റിയാണ്. ടൈം, സ്പേസ്, മാറ്റർ ഇവ ദൈവത്തിന് ബാധകമല്ല. ത്രികാലങ്ങളാൽ ദൈവത്തെ ബന്ധിക്കുവാൻ കഴിയില്ല. ദൈവം നിത്യനാണ്, നിത്യതയുടെ പിതാവാണ്. ഈ നിത്യതയുടെ പിതാവായിരിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഈ ദൈവത്തിൽ നമ്മുടെ ജീവിതം വച്ചു കൊടുത്താൽ സകലത്തിൻ്റെയും കാരണഭൂതനായ, സകലത്തെയും നിയന്ത്രിക്കുന്ന നിത്യതയുടെ പിതാവായ, വരാനിരിക്കുന്ന ഈ ലോകത്തിൽ പറക്കാനിരിക്കുന്ന അവസാനത്തെ ആ കുഞ്ഞിനെ പോലും വ്യക്തമായി അറിയാവുന്ന ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതം സേഫാണ് കേട്ടോ. ബൈബിളിൽ ജാതീയ രാജാവായ കോരശ് എന്ന പേരുള്ള ഒരു രാജാവുണ്ട്. ആ രാജാവ് ജനിക്കുന്നതിന് 100 വർഷം മുൻപേ ആ കോരശിൻ്റെ പേര് ദൈവം വിളിക്കുന്നുണ്ട്. കോരശ് എൻ്റെ അഭിഷക്തൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ഈ ദൈവത്തിൽ നമ്മുടെ ജീവിതവും നമ്മുടെ തലമുറകളുടെ ജീവിതവും സമർപ്പിക്കാമോ? തലമുറയെ ചൊല്ലി ആശങ്കപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തലമുറകളുടെ ജീവിതം യേശു കർത്താവിനെ ഏൽപ്പിക്കുക, ഈ ദൈവത്തെ ഏൽപ്പിക്കുക. വരാനിരിക്കുന്ന തലമുറകളെയും, ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ലാത്ത തലമുറകളെയും നിങ്ങളുടെ ഓമനപ്പേരും ചൊല്ലി വിളിക്കാൻ കഴിവുള്ള ആ നിത്യനായ, ആ സർവജ്ഞാനിയായ ദൈവത്തിൽ നിങ്ങളുടെ തലമുറകളുടെ വിഷയം ഏൽപ്പിച്ചാൽ അവനത് സേഫാക്കി നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിച്ച് ഐശ്വര്യമായി വഴിനടത്തി നിത്യതയിലെത്തിക്കും. അതുകൊണ്ട് നമുക്ക് സങ്കേതമാക്കാൻ കഴിയുന്നത് ആ ദൈവത്തിലാണ് കേട്ടോ. അവൻ തലമുറയായി നമ്മുടെ സങ്കേതമാകുന്നു. നമ്മുടെ അപ്പച്ചൻ്റെ സങ്കേതമായിരുന്നു. നമ്മുടെ മകൻ്റെ സങ്കേതവും യേശു കർത്താവ് തന്നെയായിരിക്കും. അതുകൊണ്ട് അവനെ സങ്കേതമാക്കി മുന്നോട്ട് പോകുക. അപകടങ്ങളൊന്നും പെടാതെ വേണം നമ്മളെയും നമ്മുടെ തലമുറകളെയും കാക്കുവാൻ അവൻ മതിയായവനാണ്. മേ ഗോഡ് ബ്ലെസ്.